വി.ഡി. സതീശനോട് സംവാദത്തിൽ ഏറ്റുമുട്ടാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ്. ആ സംവാദം നടന്നാൽ 100 അല്ല 120 സീറ്റിലേക്ക് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കടന്നു വരും. CPM പാർട്ടിക്ക് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ BJP-യുമായി സന്ധി ചേർന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഈ അഹങ്കാരത്തിന്റെ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാണ്. ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിച്ചവർക്കെതിരായി പ്രതികരിക്കാൻ, അതിന് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും, ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യും. തിരുവനന്തപുരത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു ജനപ്രതിനിധി അതിന് കൈ ഉയർത്താൻ പോകും എന്ന കാര്യം നിശ്ചയമാണ്. മറുനാടൻ മലയാളിയുടെ റാന്നി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സർവേക്കിടയിലാണ് നമ്മൾ റാന്നിയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ പഴവളം മധുവിനെ കണ്ടുകൂട്ടിയിരിക്കുന്നത്. KPCCയുടെ സെക്രട്ടറി പഴവളം മധു, എങ്ങനെയുണ്ട് ഒരു റൗണ്ട് പ്രചരണം കഴിയുമ്പോൾ? വർദ്ധിച്ച ആവേശമാണ്, വലിയ പിന്തുണയാണ്. വെല്ലുവിളിയുണ്ട് വി.ഡി. സതീശന്. അദ്ദേഹം തിരിച്ച വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള സംഭവം. മുഖ്യമന്ത്രി ഇതുപോലെ KC വേണുഗോപാലിനെ സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. സമയവും സ്ഥലവും നിശ്ചയിക്കാൻ പറഞ്ഞു. അപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു, അങ്ങ് നിശ്ചയിച്ചോ സമയവും സ്ഥലവും, ഞാൻ അവിടെ വന്നോളാമെന്ന്. എന്നിട്ട് ഊളിയിട്ട് പോയ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. വി.ഡി. സതീശനോട് സംവാദത്തിൽ ഏറ്റുമുട്ടാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ്. ആ സംവാദം നടന്നാൽ 100 അല്ല 120 സീറ്റിലേക്ക് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കടന്നു വരും. അതാണ് ഞങ്ങളുടെ വിശ്വാസം. റാന്നിയിൽ വലിയ മുന്നേറ്റമാണ്, താങ്കൾക്ക് കാണാൻ കഴിയും, വലിയ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോന്നിയിൽ വെച്ച് വീട്ടിൽ ചെന്ന് പറയാൻ പറഞ്ഞു. ഇന്നലെ മാധ്യമപ്രവർത്തകരെ അദ്ദേഹം അധിക്ഷേപിക്കുന്നുണ്ട്. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അത് ഈ തെരഞ്ഞെടുപ്പ് ഈ അഹങ്കാരത്തിൻ്റെ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാണ്. മനുഷ്യരെ ഭയമില്ല, അവരെ ബഹുമാനമില്ല, ആദരമില്ല. അവരുടെ അനുവാദം കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ് താൻ ഈ അധികാര കസയിൽ, സിംഹാസനങ്ങളിൽ, ചലിക്കുന്ന കൊട്ടാരത്തിൽ 25-50 വാഹനങ്ങൾ അകമ്പടിയോടെ നടക്കുന്നതെന്ന ബോധ്യമില്ലാത്ത അഹന്ത മാത്രം കൈമുതലുള്ള ഒരു ഭരണാധികാരി. ഇത്തരം ഭരണാധികാരികളുടെ സ്ഥാനം എക്കാലവും ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായിരുന്നു. അതിനുള്ള സമയമായിരിക്കുകയാണ്. മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞാൽ പിണറായി വിജയന് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ എത്രമാത്രം ദോഷം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ആ വ്യക്തിക്കും ഉണ്ടാക്കി കൊടുത്തു എന്ന്. കഴിഞ്ഞ ദിവസം പോറ്റിയെ കയറ്റിയ പാടിയെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് LDF. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ആ പാട്ട് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ അതിൻ്റെ ഡേ 1 മുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഞാനാണ് പത്തനംതിട്ടയിൽ ആ സമരം സംഘടിപ്പിച്ചത്. അതിനെനിക്കത് ജാള്യതയുമില്ല, ഒരു ഭയവുമില്ല. ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിച്ചവർക്കെതിരായി പ്രതികരിക്കാൻ, അതിന് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും, ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യും, സമരം ചെയ്യണമെങ്കിൽ അത് ചെയ്യും. ഒരു ഭയവുമില്ല. എനിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറിപ്പോകേണ്ടി വന്നാലും, എൻ്റെ സ്ഥാനാർത്ഥിത്വം ക്യാൻസൽ ചെയ്താലും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്താലും ഞാൻ ആ നിലപാടുമായി മുൻപോട്ട് പോകും. ഈ സ്ഥാനമാനങ്ങൾ ഒരു അലങ്കാരമല്ല. ഞാൻ മത്സരിക്കുന്നതിന് നാടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമാണ്. അങ്ങനെ ഞങ്ങളെ ആരും ഭയപ്പെടുത്തണ്ട. ശബരിമല ക്ഷേത്രത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശബരിമല ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിലും സമരങ്ങളിലും പങ്കെടുത്ത് 100 കണക്കിന് അമ്മമാർക്കും സഹോദരന്മാർക്കുമെതിരായി കള്ളക്കേസിലെടുത്ത ഗവൺമെൻറ്റാണിത്. ഞാനിവിടെ MLA ആയാൽ റാന്നി നിയോജക മണ്ഡലത്തിൽ അത്തരം കള്ളക്കേസുകൾ എടുക്കപ്പെട്ട മുഴുവൻ ആൾക്കാരുടെ കേസുകളും പിൻവലിക്കുമെന്നാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങൾക്ക് നൽകുന്ന ഒന്നാമത്തെ ഉറപ്പ്. അതിനും എനിക്ക് മടിയില്ല. വേറെ ഒരു പ്രധാനപ്പെട്ട സംഭവം, CPM BJP ഡീൽ, അത് ഏറ്റവും ശക്തം റാന്നി മണ്ഡലത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ ആരോപണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? CPM പാർട്ടിക്ക് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ BJP-യുമായി സന്ധി ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു അംഗം പോലും ഇല്ലാത്ത, ഒരു പാർട്ടി ഓഫീസ് ഇല്ലാത്ത, ഒരു സാന്നിധ്യവുമില്ലാത്ത ഒരു പാർട്ടിയെ കെട്ടിയിറക്കി സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ പിന്നിൽ ഒരു CJP ഡീലാണെന്ന് അവരുടെ പാർട്ടിക്കാരും വിശ്വസിക്കുന്നു, ഇടതുപക്ഷക്കാരും വിശ്വസിക്കുന്നു. അവരാണിത് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ആ ഡീലൊക്കെ തീന്മേശയ്ക്ക് പുറത്തേ കാണൂ. റാന്നിയിലില്ല. റാന്നിയിൽ ഈ 2 മുന്നണികളെയും യഥാർത്ഥ പ്രവർത്തകന്മാർ, ശബരിമല പ്രശ്നത്തിൻ്റെ പേരിൽ സമരം ചെയ്ത BJP പ്രവർത്തകർ, അവരുടെ സ്ഥാനാർത്ഥി ശബരിമല ഒരു പ്രശ്നമേ ഇല്ലെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? കഴിഞ്ഞ 5 വർഷക്കാലം ശബരിമലയിൽ ഇത്രമാത്രം കോലാഹലമുണ്ടായി. അയ്യപ്പൻ്റെ മണ്ണ് വിജയിപ്പിച്ച് വിട്ട MLA മിണ്ടിയില്ല. ഈ ആചാര ലംഘനം നടത്തിയ, കൊള്ള നടത്തിയ മന്ത്രിമാർക്ക് പിന്നിൽ ഒളിച്ചു നിന്ന റാന്നിയിലെ MLA ഭക്തർ പിന്തുണയ്ക്കുമോ? അവരെല്ലാം എന്നെ പിന്തുണയ്ക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും മുന്നണിയിൽപ്പെട്ടവർക്കും ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ഞാനാണ്. ഞാൻ സാധാരണക്കാരുടെ സ്ഥാനാർത്ഥിയാണ്. ഈ മണ്ണിൻ്റെ മണമുള്ള സ്ഥാനാർത്ഥിയാണ്. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. 30 വർഷത്തെ ചരിത്രം തിരുത്തി റാന്നി ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും. തിരുവനന്തപുരത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു ജനപ്രതിനിധി അതിന് കൈ ഉയർത്താൻ പോകും എന്ന കാര്യം നിശ്ചയമാണ്.